അച്ചായ കഥാപാത്രങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന കൈയടക്കവും മെയ്വഴക്കവും മലയാള സിനിമയിലെ മറ്റൊരു നടനും അവകാശപ്പെടാനാകില്ല. ഇയാളെ കൊയിലാണ്ടിന് ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തോ? ജോൺ വർഗീസ്, കളി ആരോടാണെന്ന് അറിയില്ല. എനിക്ക് കളി എന്നോടും വേണ്ട സർ. പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. ഡേവിഡ് കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മൈക്കിളിനെ കണ്ടിരുന്നില്ലേ നീയൊന്നും വായ തുറക്കില്ലായിരുന്നു. കൊല്ലുന്നതൊക്കെ പഴയ ഫാഷനല്ലേ. എവിടെയെങ്കിലും ഉള്ളിൽ അവനെ കുറിച്ചുള്ള ഒരു തരി ഓർമ്മ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഇല്ലാതാക്കിയിട്ട് ഞാനിവിടുന്ന് പോകും. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഉടലേ മണ്ണ് പറ്റാതിരിക്കട്ടെ. എന്നായാലും മണ്ണ് പറ്റാനുള്ള ഒരു ദിവസമുണ്ട്. പക്ഷേ ആ കലണ്ടർ ഇതുവരെ അച്ചടിച്ചിട്ടില്ല. ചില കഥാപാത്രങ്ങളിൽ വരുമ്പോൾ പലപ്പോഴും പല നടന്മാരും നടിമാരും അവരതിൽ ജീവിക്കുകയാണോ എന്നുവരെ തോന്നിപ്പോകാറുണ്ട്. അവരുടെ ശരീരഭാഷയും ലുക്കും അത്തരം കഥാപാത്രങ്ങളുമായി അങ്ങേയറ്റം ഇഴുകി ചേർന്നിട്ടുണ്ടാകും. മുണ്ടെടുത്ത് മീശ പിരിച്ച വേഷങ്ങളിൽ ലാലേട്ടനും, പോലീസ് ഓഫീസറായി സുരേഷ് ഗോപിയും, കർക്കശക്കാരൻ അച്ഛൻ വേഷങ്ങളിൽ തിലകനും, ഫ്രണ്ട്ലി അച്ഛൻ വേഷങ്ങളിൽ നെടുമുടി വേണുവും ലാലു അലക്സും, അമ്മ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മയും, മാപ്പിള കഥാപാത്രങ്ങളിൽ മാമുക്കോയയും, ഉഡായിപ്പ് വേഷങ്ങളിൽ മുകേഷും, അമ്മാവൻ വേഷങ്ങളിൽ ശങ്കരാടിയും, പെങ്ങൾ വേഷങ്ങളിൽ ചിപ്പിയും, ഉയർന്ന പോലീസ് വേഷങ്ങളിൽ ജഗന്നാഥ വർമ്മയും, ഈയിടെ വേലക്കാരി വേഷങ്ങളിൽ രമ്യ സുരേഷുമൊക്കെ അത്തരത്തിൽ നമ്മെ വിസ്മയിപ്പിച്ചവരാണ്. ഇതുപോലെ അച്ചായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് മികവുറ്റതാക്കുന്നതിൽ പ്രത്യേക കഴിവ് ഉള്ള നടനാണ് മമ്മൂട്ടി. അച്ചായ കഥാപാത്രങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന കൈയടക്കവും മെയ്വഴക്കവും മലയാള സിനിമയിലെ മറ്റൊരു നടനും അവകാശപ്പെടാനാകില്ല. ചെറുമ്മൽ ഫ്രാൻസിസ് എന്ന ഞാൻ ദൈവഭയമുള്ള നല്ല ഒന്നാം നമ്പർ സത്യക്രിസ്ത്യാനിയാണ്. അദ്ദേഹം അച്ചായ കഥാപാത്രങ്ങളായി അഭിനയിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു എന്നതാണ് സത്യം. പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ ശരിക്കും ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചയാളാണോ എന്ന് വരെ തോന്നിപ്പോകാറുണ്ട്. എന്തിന് ഏറെ പറയുന്നു, 2023 ഇറങ്ങിയ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അച്ചായ കഥാപാത്രങ്ങളായിരുന്നു. 53 വർഷത്തെ കരിയറിൽ അദ്ദേഹം 53 മുകളിൽ അച്ചായ കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ പകുതിയിലധികവും പ്രേക്ഷകർ എന്നും ഓർത്തുവെക്കുന്ന എവർഗ്രീൻ ഹിറ്റ് കഥാപാത്രങ്ങൾ ആയിരുന്നു എന്നതാണ് ഏറെ കൗതുകകരം. അതിലെ പല പേരുകളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരും. ഈ വർഷം ഇറങ്ങിയ എബ്രഹാം ഓസ്ലറിലെ അലക്സാണ്ടറും റിലീസിന് മുന്നേ ചർച്ചാ വിഷയമായ ടർബോ ജോസും അത് അടിവരയിടുന്നു. 52 വർഷത്തെ കരിയറിനിടയിൽ അദ്ദേഹം അഭിനയിച്ച ആ അച്ചായ കഥാപാത്രങ്ങൾ സിനിമ റിലീസായ വർഷത്തിന്റെ ആരോഹണക്രമത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട അച്ചായ വേഷം 1983 ജേക്കബ് ഈരാളിയായിരുന്നു. മമ്മൂട്ടിയുടെ കരിയറിലെ വഴിത്തിരിവായ വേഷം. ഒരു നായകൻ എന്ന നിലയിൽ മമ്മൂട്ടി മലയാള സിനിമയിൽ തിരിച്ചറിയപ്പെട്ടത് KG ജോർജിന്റെ സംവിധാനത്തിൽ പിറന്ന ഈ ക്ലാസിക് മൂവിയിലെ പോലീസ് ഓഫീസറായ ജേക്കബ് ഈരാളിയിലൂടെ ആയിരുന്നു. രാത്രിയിൽ എവിടെയായിരുന്നു ചോദിച്ചില്ലേ? നല്ല ചേലായി. അവൻ നേരും ചൊവ്വും പറയുന്നു. തന്തയുടെ മോനല്ലേ? ഈ മുണ്ടം താത്തിയിട്ടെ ശരിക്കും തെളിഞ്ഞിട്ടില്ല സാർ. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? ക്യാപ്റ്റൻ തോമസ് കൂടെവിടെ. 1983 കൂടെവിടയിലെ ക്യാപ്റ്റൻ തോമസ് താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് അവരുടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയോട് ഉള്ള ബന്ധത്തെ തെറ്റിദ്ധരിച്ച് ആ വിദ്യാർത്ഥിയെ അബദ്ധത്തിൽ കൊല്ലുന്നു. കലിപ്പനായ ക്യാപ്റ്റൻ തോമസ് മമ്മൂട്ടിയുടെ മികച്ച നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ടോണി ഫ്രാൻസിസ് ചെങ്ങാത്തം. 1983 ചെങ്ങാത്തത്തിലെ ടോണി ഫ്രാൻസിസ് മമ്മൂട്ടിയുടെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കഥാപാത്രം. മമ്മൂട്ടിയുടെ കരിയറിലെ ചുരുക്കം ചില ഇന്റിമേറ്റ് സീനുകളിലൊന്ന് ഈ സിനിമയിൽ മാധവിയുമായിട്ട് ഉണ്ടായിരുന്നു. ജോസ് ആദാമിന്റെ വാരിയല്ല്. മലയാളം സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന KG ജോർജിന്റെ സംവിധാനത്തിൽ പിറന്ന ആദാമിന്റെ വാരിയലിലെ ജോസ്. സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നായ ശ്രീവിദ്യയുടെ ആലീസ് തകർന്ന ദാമ്പത്യത്തിലും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരനായ ഭർത്താവിലും മനം മടുത്തപ്പോൾ ആനന്ദം കണ്ടെത്തിയത് ജോസുമായുള്ള അവിഹിത ബന്ധത്തിലായിരുന്നു. റോയ് വർഗീസ് കാണാമറയത്ത്.
കാണാമറയത്തിലെ റോയ് വർഗീസ് മമ്മൂട്ടിയുടെ മികച്ച റൊമാൻറ്റിക് റോളുകളിൽ ഒന്ന്. റൊമാൻസ് എന്നാൽ നായികയുമായി ഡ്യുവറ്റും മരം ചുറ്റി പ്രേമവും ഡാൻസും മാത്രമല്ല എന്ന് തെളിയിച്ച മമ്മൂട്ടിയുടെ കഥാപാത്രം. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണ് എന്ന ആ ഒറ്റ ഡയലോഗ് മാത്രം മതിയാവും ഈ പത്മരാജൻ സിനിമയിലെ പ്രണയബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണ്. ഇദ്ദേഹമാണ് നിന്നെ സ്പോൺസർ ചെയ്തിരുന്ന നിന്റെ അങ്കിൾ. അന്തിച്ചുവപ്പ്, ജോർജ് കുട്ടി. മമ്മൂട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളിലൊന്ന് ഇതാവും. പൊതുവെ നായികയുമായി ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത നടനാണ് മമ്മൂട്ടി എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സിനിമയിലെ രാജി എന്ന നടിയുമായി കിടപ്പറ സീനുകളിൽ മമ്മൂട്ടിക്ക് അഭിനയിക്കേണ്ടി വരികയും പിന്നീട് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെ അതിൻ്റെ റീലുകൾ നശിപ്പിച്ചു കളഞ്ഞു എന്നുമാണ് പറയപ്പെടുന്നത്. സക്കറിയ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ. ആകാശം ഇടിഞ്ഞു വീണാലും കുലുങ്ങാത്ത സക്കറിയ തിയേറ്ററുകളിൽ പരാജയമായെങ്കിലും പിന്നീട് ക്ലാസിക്കായി മാറിയ പത്മരാജന്റെ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലെ സക്കറിയ. നിന്റെ ഒരു മറ്റേ കാശുകാരന്റെ ഓശാരത്തി വർത്താനം അങ്ങനെ പോരാ. നീ ആ തുണിപ്പേടിയിലേക്ക് നിന്റെ അപ്പനെ ചെന്ന് വിളി. മമ്മൂട്ടിയുടെ തലയെടുപ്പുള്ള 10 കഥാപാത്രങ്ങൾ എടുത്താൽ അതിൽ ഒന്ന് തീർച്ചയായും സക്കറിയ ആയിരിക്കും. താൻ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ വീണ്ടും അഭിനയിക്കണമെന്ന് മമ്മൂട്ടി ആഗ്രഹം പ്രകടിപ്പിച്ച ഒരേ ഒരു കഥാപാത്രമാണ് സക്കറിയ. സംവിധായകൻ രഞ്ജിത്തുമായി ചിത്രം റീമേക്ക് ചെയ്യാനുള്ള പ്ലാനും മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നു. അത് ഡോക്ടർ ഐസക് പീറ്റർ. സാമ്രാജ്യത്തിൽ മമ്മൂട്ടിയുടെ അമ്മയായി അഭിനയിച്ച ശ്രീവിദ്യ പക്ഷേ മമ്മൂട്ടിയുടെ കരിയറിൻ്റെ തുടക്കത്തിൽ ചില സിനിമകളിൽ നായികയായും അഭിനയിച്ചിരുന്നു. അതിലൊരു സിനിമയാണ് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ജോർജ് കോര വെട്ടിക്കൽ തന്ത്രം. 1988 പുറത്തിറങ്ങിയ ജോഷി സംവിധാനം ചെയ്ത സിനിമ. ജോർജ് കോര വെട്ടിക്കൽ എന്ന ഉഴപ്പനും എന്നാൽ സമർത്ഥനുമായ വക്കീലായാണ് മമ്മൂട്ടി എത്തിയത്. സിനിമ കൊമേഴ്സ്യലി സക്സസ് ആയിരുന്നു. ഫിലിപ്പോസ് മണവാളൻ ചരിത്രം. തൻ്റെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ട അനിയൻ്റെ മുഖസാദൃശ്യമുള്ള ഒരാൾ വീട്ടിലേക്ക് അനിയനാണെന്ന് പറഞ്ഞ് കയറി വന്നപ്പോൾ അല്ല എന്ന് തെളിയിക്കാനുള്ള ഫിലിപ്പോസ് മണവാളൻ എന്ന ബിസിനസ്സുകാരൻ്റെ കഥയാണ് ചരിത്രം എന്ന സിനിമ പറയുന്നത്. സിനിമ പരാജയമായിരുന്നുവെങ്കിലും മമ്മൂട്ടിയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. മൃഗയയിലെ വർഗീസ് അഥവാ വാറുണ്ണി. വാറുണ്ണിയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മമ്മൂട്ടി ജീവിച്ചഭിനയിച്ച കഥാപാത്രം. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ പിറന്ന ഒരു മാസ്റ്റർ പീസ്. സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനിരിക്കെ വാറുണ്ണിയുടെ രൂപം എങ്ങനെയാകണമെന്ന് സംവിധായകൻ IV ശശി ലോഹിതദാസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലെ ചുവന്ന കണ്ണുകളുള്ള പോക്കർ ഫേസുള്ള ഒരാളെ ചൂണ്ടിക്കാട്ടി അയാളെ മതിയോ എന്ന് മമ്മൂട്ടി ചോദിച്ചു. ആ രൂപം ഇരുവർക്കും ബോധിക്കുകയും ആ കോസ്റ്റ്യൂം മമ്മൂട്ടിക്ക് നിശ്ചയിക്കുകയുമായിരുന്നു. റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ മമ്മൂട്ടി കൂടുതലും ഡ്യൂപ്പ് ഉപയോഗിക്കലാണ് പതിവ് എന്ന് വിമർശകർ പറയാറുണ്ടല്ലോ. പക്ഷേ മൃഗയയുടെ ക്ലൈമാക്സിൽ പുലിയുമൊത്തുള്ള രംഗം പൂർണ്ണമായും ഡ്യൂപ്പില്ലാതെ ആയിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത് എന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാം. ലോറൻസ് ജോണി പരമ്പര. സിബി മലയിലെ സംവിധാനത്തിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, കുതിരവട്ടം പപ്പു, സുമലത എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1990 പുറത്തിറങ്ങിയ പരമ്പര മമ്മൂട്ടി ആദ്യമായി ഇരട്ട വേഷത്തിൽ അഭിനയിച്ച ചിത്രമായിരുന്നു. ലോറൻസ് എന്ന അപ്പനായും ജോണി എന്ന മകനായും മമ്മൂട്ടി സിനിമയിലെത്തി. വാവ്, ദേ വരുന്നു അടുത്ത ഐറ്റം. സാമ്രാജ്യം. അലക്സാണ്ടർ. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നുവെങ്കിൽ ഞാൻ നിനക്കത് ഭിക്ഷയായിട്ട് തരുമായിരുന്നല്ലോ. നിയമപാലനത്തിന് ഗവൺമെന്റിനെ സഹായിക്കേണ്ടത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ ഗുഡ് സിറ്റിസൺ. നീയും ചെയ്യുന്ന അതേ തൊഴിലാണ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. ഇന്നും മമ്മൂട്ടി ആരാധകർ ഇടനെഞ്ചിൽ കൊണ്ടു നടക്കുന്ന കഥാപാത്രം. കഥയിൽ അലക്സാണ്ടർ മരിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും മമ്മൂട്ടി നായകനായി ഒരു 2ാം ഭാഗം പ്രതീക്ഷിക്കാമായിരുന്ന സിനിമ. പക്ഷേ ഉണ്ണി മുകുന്ദനെ നായകനാക്കി ചിത്രീകരിച്ച 2ാം ഭാഗം ഡിസാസ്റ്റർ ആയി എന്ന് മാത്രമല്ല, സാമ്രാജ്യം എന്ന കൾട്ട് ക്ലാസിക് മൂവിക്ക് ചീത്തപ്പേരുണ്ടാക്കിയതിന് കനത്ത വിമർശനവും നേരിടേണ്ടി വന്നു. നോ, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ ആം കമ്മിങ് ഹിയർ. മൂന്നാമതൊരിക്കൽ കൂടി എന്നെ ഇവിടെ വരും. അറക്കൽ ബേബി മാത്യു ഒളിയമ്പുകൾ. മമ്മൂട്ടിയുടെ മറ്റൊരു മികച്ച അച്ചായ കഥാപാത്രം. ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ 1990 ഇറങ്ങിയ സിനിമ പക്ഷേ തിയേറ്ററിൽ എന്തുകൊണ്ടോ പരാജയപ്പെട്ടു. കോട്ടയം കുഞ്ഞച്ചൻ. മമ്മൂട്ടിക്ക് കോമഡി വഴങ്ങില്ല എന്നൊരു കരക്കമ്പി ഈ ഒരു അച്ചായ കഥാപാത്രം കാറ്റിൽ പറത്തി. ജോഷി ചതിച്ചാശാനെ എന്ന ഡയലോഗ് ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ട ഡയലോഗുകളിൽ ഒന്നാണ്.
മെത്തേഡ് ആക്ടിംഗ് എന്താണെന്ന് ഈ ഒരൊറ്റ കഥാപാത്രത്തിലൂടെ അയാൾ മലയാള സിനിമയ്ക്ക് കാണിച്ചു കൊടുത്തു. ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ലാത്ത മമ്മൂട്ടി സിനിമയിൽ മദ്യപിച്ചഭിനയിച്ച സീനുകൾ മാത്രം മതി മെത്തേഡ് ആക്ടിങ്ങിൽ അയാളെ വെല്ലാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരുമില്ല എന്ന് തെളിയിക്കാൻ. വേണ്ട പ്രിൻസിപ്പലെ, വേണ്ട. ഡാനിയൽ ഡിസൂസ, അനശ്വരം. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് വേഷം. ഈ സിനിമയിലൂടെയാണ് ശ്വേതാ മേനോൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. സിനിമ ആവറേജ് ആയിരുന്നുവെങ്കിലും സിനിമയിലെ താരാപദം ചേതോഹരമെന്ന ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു. പുട്ടുറുമീസ്, സൂര്യമാനസം, മമ്മൂട്ടിയുടെ മറ്റൊരു വേഷപ്പകർന്നാട്ടം. പക്ഷേ അർഹിച്ച അംഗീകാരം ഈ കഥാപാത്രത്തിന് ലഭിക്കാതെ പോയി. ജോൺ വർഗീസ്, ജോണി വാക്കർ. ജോണി വാക്കർ എന്ന തൻ്റെ ഇഷ്ട ബ്രാൻഡിൻ്റെ പേരിൽ അറിയപ്പെട്ട ജോൺ വർഗീസ് തൻ്റെ അനിയൻ പഠിക്കുന്ന അതേ കോളേജിൽ വിദ്യാർത്ഥിയായി പഠിക്കാൻ വരുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. രഞ്ജിത്ത് തിരക്കഥ നിർവഹിച്ച സിനിമ തിയേറ്ററിൽ പരാജയമായെങ്കിലും പിന്നീട് ക്ലാസിക് മൂവികളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുകയായിരുന്നു. സിനിമയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ ചർച്ചയിലുണ്ട്. പത്രോസ്, കിഴക്കൻ പത്രോസ്. സുരേഷ് ബാബു സംവിധാനം ചെയ്ത മമ്മൂട്ടി, ഇന്നസെന്റ്, രഘുവരൻ, ഉർവശി, പാർവതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമയുടെ ടൈറ്റിൽ കഥാപാത്രമായ കിഴക്കൻ പത്രോസ് ആയിട്ടായിരുന്നു മമ്മൂട്ടി എത്തിയത്. പക്ഷേ ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. മമ്മൂട്ടിയുടെ അച്ചായ കഥാപാത്രങ്ങളിൽ ഏറ്റവും തലയെടുപ്പുള്ള ഐറ്റം. മമ്മൂട്ടിയുടെ സ്റ്റാർഡം ഏറ്റവും മികച്ച രീതിയിൽ സ്ക്രീനിൽ എത്തിച്ച ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ട് കയ്യടി അർഹിക്കുന്നു. ഇയാളെ കൊയിലാണ്ടിന് ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തതോ? തെരുവ് മുഴുവൻ നിന്ന് കത്തിച്ചാമ്പലാവുമ്പോ MP-യുടെ കൊട്ടാരത്തിൽ റൈഫിൾ പോലീസിന്റെ കാവൽ, അന്തപുരത്തിൽ തിരുവയറൊഴിഞ്ഞു കിടക്കുന്ന അയാളുടെ പട്ടമഹിഷിക്ക് ബ്ലാക്ക് ക്യാറ്റ്. മമ്മൂട്ടിയുടെ കരിയറിൽ ആദ്യമായി ഡയലോഗ് പെരുമഴ പെയ്യിച്ച സിനിമ പ്രേക്ഷകരെ കുറച്ചൊന്നുമായിരുന്നില്ല ആവേശത്തിലാക്കിയത്. മിസ്റ്റർ ജോൺ വർഗീസ്, കളി ആരോടാണെന്ന് അറിയില്ലോ എനിക്ക്. കളി എന്നോടും വേണ്ട സർ. I have an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സിനോളം മികച്ച മറ്റൊരു ബ്യൂറോക്രാറ്റ് കഥാപാത്രം മലയാള സിനിമയിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. IAS, ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. കൊച്ചുകുഞ്ഞ്, ടച്ചിലേടത്തു ചുണ്ടൻ. മമ്മൂട്ടി തിലകൻ കോംബോയിൽ 1999 പിറന്ന പടം വെട്ടൊന്ന് തുണ്ടം 2 സ്വഭാവക്കാരൻ കൊച്ചുകുഞ്ഞ് തിയേറ്ററിൽ വിജയക്കൊടി പാറിച്ചു. ഏഴുപുന്ന സണ്ണിത്തരകൻ 1999 ഇറങ്ങിയ ചിത്രം പരാജയമായിരുന്നെങ്കിലും സ്റ്റൈലിഷ് അച്ചായനായ സണ്ണി തരകന്റെ കോസ്റ്റ്യൂമും പാട്ടുകളുമൊക്കെ ഹിറ്റായിരുന്നു. രവി മാമൻ, ദുബായ്. 2001 ജോഷി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ദുബായ് മലയാള സിനിമയിൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ പണം മുടക്കുള്ള ചിത്രം ആയിരുന്നു ദുബായ്. ഇന്ത്യൻ മിലിറ്ററിയിലെ മേജറും പിന്നീട് ദുബായിലെ സക്സസ്ഫുൾ ബിസിനസ്മാനുമായി മാറിയ മേജർ രവി മാമനായി മമ്മൂട്ടി തകർത്ത് അഭിനയിച്ച ചിത്രം. പക്ഷേ ശരിയായ മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടും റിലീസ് ഒരുപാട് തവണ മാറ്റി വെച്ചതുകൊണ്ടും മലയാള സിനിമയിൽ ഏറ്റവും അധികം നഷ്ടം വരുത്തിയ സിനിമകളിലൊന്നായി ദുബായ് മാറി. സിനിമയുടെ തുടക്കത്തിലെ കുറച്ച് സീനുകൾ ഒഴിച്ച് പൂർണ്ണമായും UAE വെച്ച് നിർമ്മിച്ച സിനിമയുടെ ഭാരിച്ച ചെലവ് കാരണം നിർമ്മാതാവ് പകുതിയിൽ വെച്ച് പിന്മാറിയപ്പോൾ പിന്നീട് മമ്മൂട്ടിയായിരുന്നു സിനിമ പൂർത്തീകരിക്കാൻ പണം മുടക്കിയത്. കുറെ കാലം പെട്ടിയിൽ കിടന്നതുകൊണ്ട് മാത്രം പൊട്ടിയ ഒരു മികച്ച മമ്മൂട്ടി സിനിമയാണ് ദുബായ് എന്ന് നിസ്സംശയം പറയാം. ഡാനിയൽ തോംസൺ, ഡാനി. TV ചന്ദ്രൻ മമ്മൂട്ടി കോംബോയിൽ പിറന്ന ഒരു മനോഹര സൃഷ്ടി. ഒരു ദേശീയ അവാർഡും 3 സംസ്ഥാന അവാർഡുകളും നേടിയ സിനിമ. മമ്മൂട്ടിയുടെ ഡാനി എന്ന കഥാപാത്രത്തിന്റെ മികച്ച പ്രകടനം കൊണ്ട് ഒട്ടുമിക്ക ഫിലിം ഫെസ്റ്റിവലുകളിലും ക്രിട്ടിക്സിന്റെ കയ്യടി നേടി. ഡാനി എന്ന ടൈറ്റിൽ റോളിനോട് മമ്മൂട്ടി പൂർണ്ണമായും നീതി പുലർത്തിയ ചിത്രം. ഫാൻറ്റം പൈലി. ബിജു വർക്കിയുടെ സംവിധാനത്തിൽ ഫാൻറ്റം പൈലി എന്ന സിനിമയിൽ പൈലി എന്ന സ്റ്റൺമാനായാണ് മമ്മൂട്ടി എത്തിയത്. ചിത്രവും മമ്മൂട്ടിയുടെ അച്ചായവേഷവും ഒരുപോലെ ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ സിനിമ വിജയമായി. അറക്കൽ ബേബി, തസ്കര വീരൻ. മമ്മൂട്ടി തൻ്റെ 54-ാം വയസ്സിൽ 24-കാരി നയൻതാരയുടെ സ്റ്റൈലിഷ് നായകനായ അറക്കൽ ബേബിയായി എത്തിയ സിനിമ. ഈ സിനിമ സംവിധാനം ചെയ്തത് പ്രമോദ് പപ്പനായിരുന്നു.
കോട്ടയം കുഞ്ഞച്ചന്റെ ഒരു മോഡേൺ വേഷനായിരുന്ന അറക്കൽ ബേബിയുടെ പ്രകടനം മികച്ചതായിരുന്നുവെങ്കിലും പക്ഷേ ദുർബലമായ തിരക്കഥ സിനിമയുടെ പരാജയത്തിന് കാരണമായി. കുഞ്ഞുമോൻ എന്ന ഗുലാൻ, തുറുപ്പ് ഗുലാൻ, രാജമാണിക്യം എന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റിന് ശേഷം വീണ്ടും മമ്മൂട്ടി കോമഡി റോളിലെത്തിയ ചിത്രം കുഞ്ഞുമോൻ അഥവാ ഗുലാൻ മമ്മൂട്ടിയുടെ മികച്ച ഫ്ലെക്സിബിൾ റോളുകളിൽ ഒന്നാണ്. മമ്മൂട്ടിയുടെ ബെസ്റ്റ് ടൈം കൂടി ആയതോടെ ചിത്രം ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു. മോനിച്ചൻ, പളുങ്ക്. ബ്ലെസ്സിയുടെ പളുങ്കിലെ മോനിച്ചന്റെ ക്ലൈമാക്സിലെ കരച്ചിൽ ഓരോ മമ്മൂട്ടി ആരാധകരും ഇന്നും ഓർക്കുന്നുണ്ടാവും. പോത്തൻ വാവ. 2006 തുടർ പരാജയങ്ങളിൽ നിന്നും മമ്മൂട്ടിയെ അല്പമെങ്കിലും കരകയറ്റിയത് പോത്തൻ വാവ എന്ന അച്ചായ കഥാപാത്രമായിരുന്നു. മമ്മൂട്ടി ഉഷ ഉതുപ്പ് കോംബോ തിയേറ്ററുകളിൽ ചിരിപടർത്തിയപ്പോൾ സിനിമ ആവറേജ് വിജയമാവുകയും ചെയ്തു. ഉഷ ഉതുപ്പ് ആദ്യമായി ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുന്നതും പോത്തൻ വാവയിലൂടെ ആയിരുന്നു. ജോഷിയായിരുന്നു സിനിമയുടെ സംവിധാനം. ബിലാൽ ജോൺ കുരിശിങ്കൽ, ബിഗ് ബി. വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത മമ്മൂട്ടിയുടെ മറ്റൊരു അച്ചായ വേഷം. മേരി ടീച്ചറുടെ 4 മക്കളിൽ മൂത്തവൻ. തിയേറ്ററിൽ പരാജയമായ ഒരു പടത്തിന്റെ 2ാം ഭാഗത്തിന് മലയാളികൾ ഒന്നടങ്കം വർഷങ്ങളായി കാത്തിരിക്കുക. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു കൾട്ട് ക്ലാസിക് കഥാപാത്രം ഉണ്ടായിട്ടില്ല. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ, നസ്രാണി. 2007 ചെറിയ പെരുന്നാളിന് മമ്മൂട്ടി എത്തിയത് പക്ഷേ മറ്റൊരു സ്റ്റൈലിഷ് അച്ചായ കഥാപാത്രവുമായിട്ടായിരുന്നു. സിനിമയുടെ പേര് പോലെ തന്നെ മമ്മൂട്ടി അടിമുടി കോട്ടയം അച്ചായനായ കഥാപാത്രം. തലയെടുപ്പുള്ള ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ സിനിമ വിജയമായിരുന്നു. ആന്റണി സൈമൺ, ഡാഡി കൂൾ. ആഷിഖ് അബ്ബു എന്ന സംവിധായകനെ മലയാള സിനിമയിലേക്ക് മമ്മൂട്ടി കൈപിടിച്ച് ഉയർത്തിയത് 2009 പുറത്തിറങ്ങിയ ഡാഡി കൂൾ എന്ന സിനിമയിലൂടെയായിരുന്നു. മമ്മൂട്ടി അവതരിപ്പിച്ച ആന്റണി സൈമൺ വളരെ വ്യത്യസ്തവും അതുവരെ മമ്മൂട്ടി കൈകാര്യം ചെയ്യാത്ത ഒരു അച്ചായ വേഷവുമായിരുന്നു. ഒരു ഫാമിലി കോമഡി ത്രില്ലർ ആയ സിനിമ ശരാശരി വിജയം നേടുകയും ചെയ്തു. ഫിലിപ്പോസ് എന്ന മൈക്ക്, ലൗഡ് സ്പീക്കർ. മമ്മൂട്ടി ജയരാജ് കോംബോയിൽ പിറന്ന സിനിമ മമ്മൂട്ടിയുടെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി തന്നെ കണക്കാക്കാം ഫിലിപ്പോസ് അഥവാ മൈക്ക് എന്ന കഥാപാത്രം. പക്ഷേ സിനിമ എന്തുകൊണ്ടോ തിയേറ്ററുകളിൽ പരാജയമായി. ചിറമ്മൽ ഈനാഷു ഫ്രാൻസിസ്, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ്. ചിറമ്മൽ ഈനാഷു ഫ്രാൻസിസ് ആയി മമ്മൂട്ടി ഈ സിനിമയിൽ ജീവിക്കുകയായിരുന്നു. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ തൃശൂർ സ്ലാങ്ങിൽ മമ്മൂട്ടി പൊളിച്ചടക്കുകയായിരുന്നു. തൂവാനത്തുമ്പികളിൽ മോഹൻലാലിന്റെ തൃശൂർ ഭാഷ അരോചകമായിരുന്നുവെന്ന രഞ്ജിത്തിന്റെ കമന്റ് ഈ ഒരു അവസരത്തിൽ ഓർത്തുപോകുന്നു. ഇമ്മാനുവൽ 2013. തുടർ പരാജയങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന മമ്മൂട്ടി ലാൽ ജോസിന്റെ സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ കഥാപാത്രമാണ് ഇമ്മാനുവൽ. സിനിമയുടെ ടാഗ്ലൈൻ തന്നെ മമ്മൂട്ടി ഇമ്മാനുവൽ എന്ന സാധാരണക്കാരനാകുന്നു എന്നായിരുന്നു. 2013 ഇറങ്ങിയ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. മാത്യു ജോർജ് അഥവാ മാത്തുക്കുട്ടി, കടൽ കടന്നൊരു മാത്തുക്കുട്ടി. പ്രാഞ്ചിയേട്ടൻ നൽകിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ മമ്മൂട്ടിയും രഞ്ജിത്തും വീണ്ടും കൈകോർത്തപ്പോൾ പിറന്നതാണ് കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന 2013 റിലീസായ സിനിമ. വിദേശത്ത് നഴ്സായ തൻ്റെ ഭാര്യയുടെ അടിമയായി ജീവിക്കേണ്ടി വന്ന മാത്തുക്കുട്ടി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി സിനിമയിൽ അവതരിപ്പിച്ചത്. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി മമ്മൂട്ടി മീശ പോലും എടുത്തെങ്കിലും സിനിമ പരാജയമായി മാറി. ക്ലീറ്റസ്, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. ടൈറ്റിൽ റോളായ ക്ലീറ്റസ് എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അധികം മോശമല്ലാതെ തന്നെ സ്ക്രീനിൽ എത്തിച്ചപ്പോൾ സിനിമ ശരാശരി വിജയം കൈവരിച്ചു. മാർത്താണ്ഡൻ എന്ന മറ്റൊരു യുവ സംവിധായകനെ മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ കൈപിടിച്ചുയർത്തി. ജോയ്, പ്രൈസ് ദ ലോർഡ്. ദൃശ്യമെന്ന സിനിമ ചെയ്യാൻ വേണ്ടി ജിത്തു ജോസഫ് മമ്മൂട്ടിയെ സമീപിക്കുമ്പോൾ മമ്മൂട്ടി കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമയായിരുന്നു പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് ജിത്തുവിനെ മടക്കി അയച്ചു. ജോയ് എന്ന ധനികനായ കർഷകനായിട്ടാണ് മമ്മൂട്ടി സിനിമയിൽ എത്തിയത്. ഷിബു ഗംഗാധരൻ എന്ന ഒരു യുവ സംവിധായകനെ കൂടി മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഒഴിച്ചു നിർത്തിയാൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. സിനിമ ഒരു വൻ പരാജയമായി മാറി. അഡ്വക്കേറ്റ് ലൂയിസ് പോത്തൻ, പുതിയ നിയമം. AK സാജൻ സംവിധാനം ചെയ്ത സിനിമയിൽ അഡ്വക്കേറ്റ് ലൂയിസ് പോത്തനായാണ് മമ്മൂട്ടി എത്തിയത്. രാപ്പകലിന് ശേഷം വീണ്ടും മമ്മൂട്ടിയും നയൻതാരയും ഒന്നിച്ച ചിത്രമായിരുന്നു പുതിയ നിയമം. ബോക്സ് ഓഫീസിൽ നിന്നും 8 കോടി നേടിയ സിനിമ ശരാശരി വിജയം കൈവരിച്ചു. രാജൻ സക്രിയ, കസബ. രഞ്ജി പണിക്കരുടെ അതേ പാത പിന്തുടർന്ന മകൻ നിതിൻ രഞ്ജി പണിക്കരും സംവിധാന രംഗത്തേക്ക് വന്നപ്പോൾ നായകനാക്കാൻ തീരുമാനിച്ചത് മമ്മൂട്ടിയെ തന്നെയായിരുന്നു. അച്ഛനെ പോലെ തന്നെ മമ്മൂട്ടിയുടെ ആരാധകനായ മകനും ഒരു പോലീസ് വേഷവും ആയിട്ടാണ് മമ്മൂട്ടിയെ സമീപിച്ചത്. സിനിമയിലെ മമ്മൂട്ടിയുടെ രാജൻ സക്രിയ മമ്മൂട്ടിയുടെ മറ്റു പോലീസ് വേഷങ്ങളുടെ അത്രയൊന്നും എത്തിയിട്ടില്ലെങ്കിലും ആദ്യ ദിനം തന്നെ 2.43 കോടി നേടി
മലയാള സിനിമയിൽ അതുവരെയുള്ള ഏറ്റവും കൂടുതൽ ആദ്യദിന കളക്ഷൻ നേടുന്ന സിനിമയായി കസബ മാറിയിരുന്നു. 14.3 കോടി വേൾഡ് വൈഡ് നേടിയാണ് അതിന്റെ കുതിപ്പ് അവസാനിപ്പിച്ചത്. പ്രകാശ് റോയ് വൈറ്റ്, മമ്മൂട്ടി, ഹുമ ഖുറേഷി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ റൊമാൻറ്റിക് ഡ്രാമയായ വൈറ്റിൽ പ്രകാശ് റോയ് എന്ന അച്ചായ കഥാപാത്രവുമായിട്ടാണ് മമ്മൂട്ടി എത്തിയത്. വളരെ സ്റ്റൈലിഷായി മമ്മൂട്ടിയെ സ്ക്രീനിൽ എത്തിക്കാൻ സംവിധായകന് കഴിഞ്ഞെങ്കിലും സിനിമ വിജയം കണ്ടില്ല. തോപ്പിൽ ജോപ്പൻ, ഇപ്പോൾ കോമഡി കഥാപാത്രമായി നമുക്ക് മുന്നിലെത്തുന്ന ജോണി ആന്റണി സംവിധാനം ചെയ്ത സിനിമയാണ് മമ്മൂട്ടിയുടെ തോപ്പിൽ ജോപ്പൻ. കോട്ടയം കുഞ്ഞച്ചൻ സ്റ്റൈലിൽ കോമഡിയുമായി മമ്മൂട്ടി ഈ അച്ചായ കഥാപാത്രവുമായി എത്തിയത് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായ മോഹൻലാലിൻ്റെ പുലിമുരുകൻ ഇറങ്ങിയ അതേ സമയത്തായിരുന്നു. എന്നിട്ട് കൂടി തോപ്പിൽ ജോപ്പന് മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജോപ്പൻ എന്ന അച്ചായ കഥാപാത്രത്തെ ജനങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് തന്നെയായിരുന്നു. ഡേവിഡ് നെയ്നാൻ, 67ാമത്തെ വയസ്സിൽ മമ്മൂട്ടി ചെയ്ത ഒരു അഡാറ് ഐറ്റം. മമ്മൂട്ടിയെ തേച്ചു മിനുക്കിയാൽ ഇനിയും മിനുങ്ങും എന്ന് മലയാള സിനിമയ്ക്ക് കാണിച്ചു കൊടുത്ത സ്റ്റൈലിഷ് സംവിധായകനായ ഹനീഫ് അദ്ദേനിയുടെ ആദ്യ ചിത്രം. ആദ്യ ദിനം തന്നെ 4.53 കോടി നേടിയ ചിത്രം വെറും 4 ദിവസങ്ങൾ കൊണ്ട് നേടിയത് 20 കോടിയായിരുന്നു. അന്നുവരെയുള്ള മലയാളം ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ ഒരു റെക്കോർഡ് കൂടി ആയിരുന്നു അത്. മാത്രമല്ല മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലെ ആദ്യ 50 കോടി ആയിരുന്നു ഗ്രേറ്റ് ഫാദർ. എഡ്വേർഡ് ലിവിങ്സ്റ്റൺ, മാസ്റ്റർ പീസ്. ഒരു ഫാൻ ബോയ് സംവിധായകനായി മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അതാണ് മമ്മൂട്ടിയുടെ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ എന്ന മാസ്റ്റർ പീസ് സിനിമയിലെ അച്ചായ കഥാപാത്രം. സിനിമയിൽ മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസും ലുക്കും ഒന്നും ഒരു രക്ഷയുമില്ലായിരുന്നു. സിനിമയിലെ യുവനടന്മാർ പോലും സുല്ല് പറയുന്ന രീതിയിലായിരുന്നു അജയ് വാസുദേവൻ എന്ന യുവ സംവിധായകൻ മമ്മൂട്ടിയെ സ്ക്രീനിൽ അവതരിപ്പിച്ചത്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്ന എൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷനാണ്. പിന്നെ എല്ലാവരും പറയുന്നത് ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആണ്. സിനിമ സൂപ്പർ ഹിറ്റായി മാറി. 2021 കുറുപ്പ് എന്ന സിനിമ തകർക്കുന്നതുവരെ തമിഴ്നാട്ടിൽ നിന്നും 5 കോടി നേടി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു മാസ്റ്റർ പീസ്. വേൾഡ് വൈഡ് 40 കോടി നേടിയാണ് സിനിമ അതിൻ്റെ ജൈത്രയാത്ര അവസാനിപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് CI ജെയിംസ് എബ്രഹാം, സ്ട്രീറ്റ് ലൈറ്റ്സ്. ഒരു സസ്പെൻസ് ത്രില്ലർ മൂവി സ്ട്രീറ്റ് ലൈറ്റ്സിൽ മമ്മൂട്ടി CI ജെയിംസ് എബ്രഹാം എന്ന കഥാപാത്രത്തെ മനോഹരമായി അവതരിപ്പിച്ചുവെങ്കിലും എന്തുകൊണ്ടോ ചിത്രം വിജയമായില്ല. കൊമ്രേഡ് അലക്സ്, പരോൾ. ശരത് സന്ധ്യത്ത് എന്ന യുവ സംവിധായകനെ മലയാള സിനിമയ്ക്ക് മമ്മൂട്ടി പരിചയപ്പെടുത്തിയ സിനിമയായിരുന്നു പരോൾ. സഖാവ് അലക്സ് ഫിലിപ്പോസായി മമ്മൂട്ടി തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു എങ്കിലും സിനിമ തിയേറ്ററിൽ ഒരു ഡിസാസ്റ്ററായി മാറി. ASP ഡെറിക് എബ്രഹാം IPS, എബ്രഹാമിൻ്റെ സന്തതികൾ. ഗ്രേറ്റ് ഫാദറിന് ശേഷം വീണ്ടും ഹനീഫ് അദ്ദേനി മമ്മൂട്ടിയുമായി കൈകോർത്തപ്പോൾ വളരെ സ്റ്റൈലിഷായ മറ്റൊരു അച്ചായ കഥാപാത്രം കൂടി പിറവി കൊണ്ടു. അച്ചായ കഥാപാത്രങ്ങൾ മികവുറ്റതാക്കാൻ മമ്മൂട്ടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു സിനിമയായിരുന്നു ഹനീഫ് അദ്ദേനിയുടെ എബ്രഹാമിൻ്റെ സന്തതികൾ. ഉടലേ മണ്ണ് പറ്റാതിരിക്കട്ടെ. എന്നായാലും മണ്ണ് പറ്റാനുള്ള ഒരു ദിവസമുണ്ട്. പക്ഷേ ആ കലണ്ടർ ഇതുവരെ അച്ചടിച്ചിട്ടില്ല. സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടി നേടിയാണ് അതിൻ്റെ പടയോട്ടം അവസാനിപ്പിച്ചത്. ജോൺ അബ്രഹാം പാലക്കൽ, 18ാം പടി. മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ എത്തിയ അച്ചായ കഥാപാത്രങ്ങളിൽ ഒന്ന്. ഫാദർ കാരമൻ ബെനഡിക്റ്റ്, പ്രീസ്റ്റ്. കൊറോണക്കാലത്ത് മലയാള സിനിമ നേരിട്ട പ്രതിസന്ധികളെ മറികടന്ന സിനിമകളിൽ ഒന്നായിരുന്നു പ്രീസ്റ്റ്. നവാഗതനായ ജൊഫിൻ ടി ചാക്കോ ഒരുക്കിയ സിനിമയിൽ മമ്മൂട്ടി തൻ്റെ സിനിമാ കരിയറിൽ ആദ്യമായി ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നിഖില വിമൽ, മഞ്ജു വാര്യർ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയ സിനിമ സൗദി അറേബ്യയിൽ നിന്നും ആദ്യമായി 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയായി മാറി. സിംഗപ്പൂരിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമയും പ്രീസ്റ്റ് ആയിരുന്നു. ഫൈനൽ കളക്ഷനിൽ 35 കോടിയാണ് സിനിമ നേടിയെടുത്തത്. മൈക്കിൾ അപ്പൻ, ഭീഷ്മപർവം. ബിലാലിൻ്റെ 2ാം ഭാഗത്തിനായി ആരാധകർ മുറവിളി കൂട്ടുന്നതിന് ഇടയിലാണ് അമൽ നീരദ് മമ്മൂട്ടിയെ നായകനാക്കി ഭീഷ്മ എന്ന സിനിമ എടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ അത് ബിലാലിനേക്കാളും വലിയ ഒരു ഐറ്റം ആയിരിക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. സിനിമയിൽ മമ്മൂട്ടി മൈക്കിൾ ഇളയപ്പനായി 4 നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ തന്നെ തിയേറ്റർ ഇളകി മറിഞ്ഞു. അളന്നു മുറിച്ച് കാച്ചിക്കുറുക്കിയ ഡയലോഗുകൾ. സൗബിനും നദിയ മൊയ്തുവും ശ്രീനാഥ് ഭാസിയുമൊക്കെ അവരുടെ റോളുകൾ ഭംഗിയായി നിർവഹിച്ചപ്പോൾ പിറന്നത് മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. 87 കോടിയാണ് സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത്. സിനിമയിൽ നിസ്താർ സേട്ട് അവതരിപ്പിച്ച കഥാപാത്രം
മമ്മൂട്ടിയുടെ പാസ്റ്റ് ഷൈൻ ടോം ചാക്കോക്കും ഫർഹാൻ ഫാസിലിനും വിവരിച്ചു കൊടുക്കുന്നതിനിടയിൽ കോണിപ്പടികൾ ഇറങ്ങി വരുന്ന മമ്മൂട്ടിയുടെ ആ ഒറ്റ സീൻ മാത്രം മതിയായിരുന്നു ആ സിനിമയ്ക്ക് നമ്മൾ എടുത്ത ടിക്കറ്റിന്റെ പൈസ മുതലാകാൻ. കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മൈക്കിളിനെ കണ്ടിരുന്നില്ലേ നീയൊന്നും വായ തുറക്കില്ലായിരുന്നു. 500 കുടുംബത്തിന്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ മധ്യത്തിൽ ഒഴിച്ചിട്ട ആ കസാരയിലേക്ക് മമ്മൂട്ടി വന്നിരുന്ന് ചാമ്പിക്കോ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ അണിനിരുന്നത് 500-ലെ കുടുംബം മാത്രമായിരുന്നില്ല, മലയാള സിനിമാ ലോകം ഒന്നടങ്കമായിരുന്നു. ലൂക്ക് ആന്റണി, റോഷാക്ക്. മലയാള സിനിമയിലേക്ക് മമ്മൂട്ടി കമ്പനി കാലെടുത്തു വെക്കുന്നത് ലൂക്ക് ആന്റണിയിലൂടെയാണ്. നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാക്ക് എന്ന നിയോ നോയർ സൈക്കോളജിക്കൽ ത്രില്ലർ പ്രേക്ഷകന് നൽകിയത് അതുവരെ മലയാള സിനിമ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പ്രമേയത്തെ. സംവിധായകന്റെ വെറും 2ാമത്തെ സിനിമ, കഥയാകട്ടെ അതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു ഐറ്റം. തൻ്റെ നിർമ്മാണ സംരംഭമായ മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ സിനിമ റോഷാക്ക് തന്നെയാകാൻ എന്നിട്ടും മമ്മൂട്ടി തീരുമാനിച്ചെങ്കിൽ നൽകാം മമ്മൂട്ടിക്കും ലൂക്ക് ആന്റണിക്കും ഒരു ബിഗ് സല്യൂട്ട്. കൊല്ലുന്നതൊക്കെ പഴയ ഫാഷനല്ലേ. ആരുടെയെങ്കിലും ഉള്ളിൽ അവനെക്കുറിച്ചുള്ള ഒരു തരി ഓർമ്മ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഇല്ലാതാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ജെയിംസൺ, നൻപകൽ നേരത്ത് മയക്കം. 2023 മമ്മൂട്ടിയുടെ ആദ്യ റിലീസ്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്ന് എന്ന് നിസ്സംശയം പറയാവുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച 5 കഥാപാത്രങ്ങൾ എടുത്താൽ അതിൽ തീർച്ചയായും ഉൾപ്പെടുന്ന ജെയിംസും സുന്ദരവും. ഒരു ഉറക്കമുറങ്ങി എണീക്കുമ്പോഴേക്കും സുന്ദരത്തിൽ നിന്നും ജെയിംസായി മാറുന്ന ആ മായാജാലം, അത് മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന മജീഷ്യന് മാത്രം സ്വന്തം. ADGP ക്രിസ്റ്റഫർ ആന്റണി IPS. ക്രിസ്റ്റഫർ വലിയ ഹൈപ്പിലെത്തി, പക്ഷേ ദുർബലമായ തിരക്കഥ കാരണം പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിയാതെ പോയ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ക്രിസ്റ്റഫർ ആന്റണി IPS കുറ്റമറ്റത് തന്നെയായിരുന്നു. ASI ജോർജ് മാർട്ടിൻ, കണ്ണൂർ സ്ക്വാഡ്. 2023 മമ്മൂട്ടി കമ്പനിയിൽ നിന്നും വന്ന മറ്റൊരു ക്ലാസിക് ഐറ്റം. വലിയ ഹൈപ്പില്ലാതെ എത്തി. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ജോർജ് മാർട്ടിനും സംഘവും കേരളക്കരയുടെ അഭിമാനമായപ്പോൾ 2023 മമ്മൂട്ടിക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ കൂടി കിട്ടി. ഹോം മിനിസ്ട്രി നമുക്ക് തന്നിരിക്കുന്നത് 10 ദിവസമാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ കേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. I said 10 days. 10 ദിവസം മതി. ഒരു ASIയുടെ ബോഡി ലാംഗ്വേജ് ഒട്ടും അതിഭാവുകത്വമില്ലാതെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അവതരിപ്പിച്ചപ്പോൾ തിയേറ്ററിൽ ഗൂസ്ബംസ് തന്നെയായിരുന്നു പ്രേക്ഷകന് സമ്മാനിച്ചത്. മാത്യു ദേവസി, കാതൽ ദിക്കോർ. ആ കഥാപാത്രം തിരഞ്ഞെടുക്കാൻ കാണിച്ച ധൈര്യത്തിനിരിക്കട്ടെ ആദ്യ സല്യൂട്ട്. ക്ലൈമാക്സിനോട് അടുത്തുള്ള സീനിൽ ജ്യോതികയെ കെട്ടിപ്പിടിച്ച് ദൈവമേ എന്ന വിളി, സ്വന്തം അച്ഛൻ്റെ തോളിൽ ചാരിയുള്ള ആ പൊട്ടിക്കരച്ചിൽ, ക്ലൈമാക്സിലുള്ള ആ ചിരി. മമ്മൂട്ടി എന്ന നടനെ ഹോളിവുഡ് ആക്ടേഴ്സായ അൽ പസീനയോടൊപ്പമോ റോബർട്ട് ഡി നിരോയ്ക്കൊപ്പമോ കൊണ്ടുവച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തെളിയിക്കുന്ന സീനുകൾ. ഇനി അടുത്തത് ടർബോ ജോസിന്റെ ഊഴമാണ്. മലയാള സിനിമയിൽ നിലവിൽ ഗ്യാരണ്ടീഡ് റൈറ്റർ മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥ, ഹിറ്റ്മേക്കർ വൈശാഖ് സംവിധാനം. ത്രില്ലറിനും സ്ലോ പേസ് റിയലിസ്റ്റിക് മൂവികൾക്കുമിടയിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഫൺ ലോഡഡ് കോമഡി എന്റർടൈനറുകൾ ആണെന്ന് പ്രേമലു എന്ന സിനിമയുടെ ഗംഭീര വിജയം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു രാജമാണിക്യം വൈബ് തരാൻ സിനിമയ്ക്ക് കഴിഞ്ഞാൽ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ടർബോയിലൂടെ തകർക്കപ്പെടും. ആന്റണി ഭക്ഷണം കഴിക്കുന്നില്ല. ഏതാന്റണി? ആന്റണി അലിയാരുടെ വലങ്കി. ആന്റണി പഴയ സ്വഭാവം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തിനും പറഞ്ഞ ചൗങ്കിളി ഞാൻ പൊട്ടി. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ അച്ചായ കഥാപാത്രങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.